നമസ്കാരം. എഡ്ജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിമാലയൻ നദിയായ ബ്രഹ്മപുത്രയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഉത്തര ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിനു സമീപം ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. യാർലങ്, സാങ്പോ എന്നീ പേരുകളിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ലോകത്തിലെ പ്രധാന നദികളിൽ ഏറ്റവും ഉയരത്തിലൊഴുകുന്നത് ബ്രഹ്മപുത്രയാണ്. നംജാബർവ പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞ് സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി സമതലത്തിലെത്തുമ്പോൾ ദിഹാങ് എന്നും വിളിക്കുന്നു. തുടർന്ന് ദിബാങ്, ലോഹിത് നദികൾ വന്നുചേരുന്നതോടെ ജലപ്രവാഹം വളരെ വിശാലമാകുകയും അത് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്ററാണ്. ഇതിൽ 916 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ശരാശരി ആഴം 124 അടിയാണ്. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പുരുഷനാമത്തിൽ അറിയപ്പെടുന്ന നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. രാജ്യത്തെ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ബ്രഹ്മപുത്ര. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. കൈലാസ പർവ്വതത്തിനു സമീപം ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. യാർലിങ്, സാങ്പോ എന്നീ പേരുകളിലാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ പ്രധാന നദികളിൽ ഏറ്റവും ഉയരത്തിൽ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ നീളം 2900 കിലോമീറ്ററാണ്. 916 കിലോമീറ്റർ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. പുരുഷനാമത്തിൽ അറിയപ്പെടുന്ന നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. രാജ്യത്തെ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര. അസമിൻ്റെ ജീവനാഡിയായി കടന്നുപോകുന്ന ബ്രഹ്മപുത്രയുടെ തീരത്തെ പട്ടണങ്ങളാണ് ദിബ്രുഗഡ്, ഗുവാഹത്തി, ഹജോ തുടങ്ങിയവ. ഹിന്ദു, ബുദ്ധ, ഇസ്ലാം മതക്കാർ പാവനമായി കണക്കാക്കുന്ന സ്ഥലമാണ് ഹാജോ. ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കം പലപ്പോഴും അസമിൽ കനത്ത നാശം സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ ഈ നദി ആസാമിൻ്റെ ദുഃഖം എന്നും വിളിക്കപ്പെടുന്നു. ബ്രഹ്മപുത്രയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനു പ്രസിദ്ധമായ കാസിരംഗ. തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല ദ്വീപായ മജുലി ബ്രഹ്മപുത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഗംഗ-ബ്രഹ്മപുത്ര പ്രവാഹത്തിൻ്റെ പതനസ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് രൂപം കൊള്ളുന്നു. അസമിൽ ബ്രഹ്മപുത്രയിൽ നിർമ്മിച്ചിരിക്കുന്ന നരനാരായൺ സേതുവാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം. ഇന്ത്യയിൽ നദിക്കു കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം, ധോള സാദിയ പാലം എന്നൊരു പേരുകൂടിയുണ്ട്. അത് ബ്രഹ്മപുത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാദിയ ടു ധൂബ്രി നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന ബ്രഹ്മപുത്ര 2 ശാഖകളായി പിരിയുന്നു. പ്രധാന ശാഖ ജമുന എന്ന പേരിൽ ഗംഗയുടെ മുഖ്യ ജലപ്രവാഹമായ പദ്മയിൽ ചേരുന്നു. തുടർന്നും നദിയുടെ പേര് പദ്മ എന്നു തന്നെയാണ്. ബ്രഹ്മപുത്രയുടെ മറ്റൊരു കൈവഴി മേഘ്നയിൽ ചേർന്ന് ആ പേരിൽ ഒഴുകുകയും പിന്നീട് ചന്ദ്പൂർ ജില്ലയിൽ വെച്ച് പദ്മയിൽ ലയിക്കുകയും ചെയ്യുന്നു. ചന്ദ്പൂർ വരെ മേഘ്ന അറിയപ്പെടുന്നത് അപ്പർ മേഘ്ന എന്നാണ്. തുടർന്ന് പദ്മയിൽ ലയിച്ചതിനു ശേഷം സംയോജിത ജലപ്രവാഹം അറിയപ്പെടുന്നത് ലോവർ മേഘ്ന എന്നാണ്. അടുത്തതായി ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളെക്കുറിച്ച് നോക്കാം. മനസ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മനസ്. ഭൂട്ടാനിലെ റോയൽ മനസ് നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ മനാസ് വന്യജീവി സങ്കേതം എന്നിവ മനസ് നദീ തീരത്താണ്. ലോഹിത്. ലോഹിത് നദിയുടെ ഉത്ഭവം കിഴക്കൻ ടിബറ്റിൽ നിന്നാണ്. അസമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ധോള സാദിയ പാലം ലോഹിത് നദിക്ക് കുറുകെയാണ്. കമോങ്.
ഇന്തോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് അരുണാചൽ പ്രദേശിലെ നൈഗി കാങ്സാങ് പർവ്വതത്തിനടുത്തുള്ള ഒരു ഹിമപാളിയിൽ നിന്നാണ് കമോങ് നദി ഉത്ഭവിക്കുന്നത്. ധനസിരി നാഗാലാൻഡിലെ ലൈസാങ് കൊടുമുടിയിൽ നിന്നാണ് ധനസിരി ഉത്ഭവിക്കുന്നത്. സിയാങ് ഹിമാലയത്തിലെ കൈലാഷ് പർവ്വതനിരകളിൽ നിന്നാണ് സിയാങ് നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ ഇതിനെ യാർലുങ് സാങ്പോ എന്നാണ് വിളിക്കുന്നത്. ടീസ്റ്റ വടക്കൻ ബംഗാളിലെ ഏറ്റവും വലിയ നദിയാണ് ടീസ്റ്റ. കാഞ്ചൻജംഗ പർവ്വതനിരയുടെ ഭാഗമായ വടക്കൻ സിക്കിമിലെ ഹിമാലയത്തിലെ സെമു ഹിമാനിയിൽ നിന്നാണ് ടീസ്റ്റ ഉത്ഭവിക്കുന്നത്. സിക്കിമിൻ്റെ ജീവനാഡിയാണ് ടീസ്റ്റ. സിക്കിമിലെയും പശ്ചിമ ബംഗാളിലെയും ഒരു പ്രധാന നദിയാണ് ടീസ്റ്റ. സുബൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. സുബൻസിരിയുടെ നീളം 442 കിലോമീറ്ററാണ്. ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഇതോടുകൂടി ഹിമാലയൻ നദികൾ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി എഡ്യൂഎഡ്ജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം നോട്ടുകൾക്കായി എഡ്യൂഎഡ്ജ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.